ആദ്യം നമുക്ക് വെക്റ്റർ എന്താന്ന് നോക്കാം. നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺസെപ്റ്റുകൾ പറയുമ്പം ചില കൺസെപ്റ്റുകൾ പറയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഫോർ എക്സാമ്പിൾ മാസ് അല്ലെങ്കിൽ ലെങ്ത്, ടൈം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ കൺസെപ്റ്റ്, ആ ക്വാണ്ടിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാത്രം പറഞ്ഞാൽ മതി. അതേസമയം ചില കാര്യങ്ങൾ, ചില കൺസെപ്റ്റുകൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിൻ്റെ ഒരു ഡിറക്ഷൻ കൂടെ ആ കൺസെപ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇടി ഇടിക്കുകയാണ്. ഒരു ഇടി ഇടിക്കുമ്പം ആ ഇടിയുടെ ഒരു അളവുണ്ട്, ആ ഫോഴ്സിനൊരു അളവുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. പ്ലസ് അതുകൂടാതെ അതിൻ്റെ ഒരു ഡിറക്ഷൻ ഉണ്ട്. ഏത് ഡിറക്ഷനിലാണ് ഇടി വന്നത് അല്ലെങ്കിൽ ഇടിയുടെ അല്ലെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഒരു ഡിറക്ഷൻ കൂടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ചില കൺസെപ്റ്റുകൾ പറയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അതിന് ഒരു ഡിറക്ഷൻ കൂടെ വേണം. അങ്ങനത്തെ കൺസെപ്റ്റുകൾ എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ വരാം അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതല്ല വെലോസിറ്റി പറയുമ്പോഴും സ്പീഡ് മാത്രമല്ല, വെലോസിറ്റി എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ഫിസിക്സുകാർ ഉദ്ദേശിക്കുന്നത് സ്പീഡ് മാത്രമല്ല പിന്നെയോ ആ ഒരു ഡിറക്ഷൻ കൂടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കൺസെപ്റ്റുകൾ they are determined not only by their magnitudes but also by the direction. Direction means the direction of action. Such quantities are called vectors. അങ്ങനത്തെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ വെക്റ്റർ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെക്റ്റർ എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? പലതരം റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് വെക്റ്റേഴ്സിന്. ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വെക്റ്റർ എങ്ങനെ ഡിനോട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് വേണം, ഡിറക്ഷനും വേണം. എങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബേസിക് ഒരു നൊട്ടേഷൻ ഇതാണ്. അതിനെ ഒരു ഡിറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഒരു ഡിറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് നമുക്കൊരു വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യാം. അതായത് ഒരു വെക്റ്റർ ഞാൻ ഈ ഒരു ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടിക്കുകയാണ് ഒരു പാർട്ടിക്കിളിലേക്ക്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാൻ വേണ്ടി ഇതിൻ്റെ ലെങ്ത്തും ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോയും കൊടുക്കാം. അപ്പോൾ ഈ ആരോ വരുന്ന ഡിറക്ഷനിലാണ് ഈ ക്വാണ്ടിറ്റി, ഈ പറയുന്ന വെക്റ്റർ ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ലെങ്ത് കൂടുതലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ലെങ്ത്, ഇതേ ഡിറക്ഷനിൽ തന്നെ കുറച്ചുകൂടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ വെക്റ്ററിനെ എനിക്ക് ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ ഇത് ആദ്യം പറഞ്ഞ വെക്റ്ററിനേക്കാളും കുറച്ചും കൂടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ എന്നാൽ അതേ ഡിറക്ഷനിലുള്ള വെക്റ്റർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? ഇപ്പോൾ ഇതെങ്ങനെ വായിക്കും? വെക്റ്റർ V1 അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പം നമുക്ക് ഇതിൻ്റെ പോയിന്റ് കൂടെ പറയണം. സേ ഫോർ എക്സാമ്പിൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡ് പോയിന്റും പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ വായിക്കാം. വെക്റ്റർ AB എന്ന് പറയുമ്പോൾ A ആണ് വെക്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, B ആണ് എൻഡ് പോയിന്റ്. വെക്റ്റർ AB എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഡിറക്ഷനിൽ ആക്ട് ചെയ്യണ വെക്റ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇനി ഈ ഒരു ഡിറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആയിട്ട് വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് പ്രാക്ടിക്കലി എപ്പോഴും പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ വെക്റ്റേഴ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണം. ഫോഴ്സ് മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ ഒരു എടുത്ത് ആക്ട് ചെയ്യണു, എന്നിട്ട് ഒരു പാർട്ടിക്കിളിന് ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു, അത് പാർട്ടിക്കിൾ മൂവ് ചെയ്യണത് എലോങ് എ കേർവ് ആണ്, എന്നിട്ട് എനിക്ക് വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് in moving the particle from the starting point to the end point along the path of its displacement കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് ഇങ്ങനെ ഈ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഈ കാര്യം കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈവൻ വെക്ടേഴ്സിനെ പറ്റി സംസാരിക്കാൻ തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതാനോ ഒരു പേപ്പറിൽ എഴുതാനോ കൂടുതൽ വെക്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഓരോ വെക്ടർ ഇങ്ങനെ വരച്ചും ഒന്നും ഡിനോട്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ നോട്ട്ബുക്കിൽ കുറേ വെക്ടേഴ്സിനെ പറ്റി പറയണമെങ്കിൽ അതിൽ വരയ്ക്കാൻ പറ്റുന്ന വെക്ടേഴ്സിന്റെ ലെങ്ത്തിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഈ വെക്ടേഴ്സിനെ വരച്ച് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി എപ്പോഴും ഫീസിബിൾ അല്ല. അപ്പം നമ്മൾ ഇതിനെ വേറൊരു റെപ്രസെൻറ്റേഷൻ, വേറെ പല റെപ്രസെൻറ്റേഷൻസിനും ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പം നമ്മൾ ഒരു റെപ്രസെൻറ്റേഷൻ ഇതാണ്. എന്താന്ന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി റൈറ്റ് ഇറ്റ് ആസ് എ പൊസിഷൻ വെക്റ്റർ ഓഫ് എ പോയിന്റ്. അതായത് ഒരു വെക്റ്റർ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കമ്പോണന്റ് ഫോം എന്നൊക്കെ പറയും. നിങ്ങൾ കമ്പോണന്റ് ഫോം അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താന്ന് നോക്കാം. അതായത് ഈ വെക്റ്റർ എ ബിനെ എനിക്ക് ഡിനോട്ട് ചെയ്യണം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു വെക്റ്റർ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ എന്തൊക്കെ വരണം? അവയുടെ ലെങ്ത് സെയിം ആവണം, ഡിറക്ഷൻ സെയിം ആവണം. ഈ ഡിറക്ഷൻ സെയിം ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും v1ഉം v2ഉം സെയിം ഡിറക്ഷൻ ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവ രണ്ടും പാരലൽ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ? ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ഈ v1 ആൻഡ് v3 സെയിം ലെങ്ത് ആണെന്ന് ഇരിക്കട്ടെ. ഇത് സെയിം ലെങ്ത് ആണെന്ന് വിചാരിക്കും. ഈ ലെങ്ത്തും സെയിം ആണ്. And suppose they are parallel, then we can say that vector AB is same as vector CD. They are equal. ഇക്വാലന്റ് എന്നല്ല പറഞ്ഞത്, ദേ ആർ ഈക്വൽ. എന്താ ഞാൻ അത് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിൽ ഉറപ്പിക്കണം ഈ ഒരു കാര്യം. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്ടറിന് ഇനിയിപ്പോൾ നമ്മൾ പല റെപ്രസെൻറ്റേഷൻസ് കൊടുക്കാൻ നേരം നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പൊസിഷൻ വെക്ടറിനോ അല്ലെങ്കിൽ കമ്പോണന്റ് ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയാൻ പോകുന്നത്. ഈ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് പ്ലെയിനിലാണെങ്കിൽ അല്ലെങ്കിൽ സ്പേസിലാണെങ്കിൽ XYZ ആക്സിസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പോണേ. പക്ഷെ നമ്മൾ ഈ സ്പേസിലേക്ക് ഇപ്പോൾ പുറത്ത് നോക്കിക്കേ, ഈ കോളേജിൻ്റെ പുറത്തേക്ക് നോക്കുമ്പം ഇവിടെ കുറേ പല സർഫസുകൾ കാണാം, അല്ലെങ്കിൽ കേർവ്സ് കാണാം. ഫോർ എക്സാമ്പിൾ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു സർഫസ്, ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഒന്നും കാണാൻ പറ്റണില്ല. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ കുറേ സർഫസുകൾ കാണാം. പക്ഷെ ഇവിടെ എനിക്ക് സ്പേസിൽ എനിക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. അത് നമ്മളുടെ കൺവീനിയൻസിനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ, പോയിന്റിനെ, കർവിനെ, സർഫസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നേരം ഇവയുടെയൊക്കെ പൊസിഷനൊക്കെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബേസ് കൊടുക്കണതാണ്. എന്ത് പൊസിഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും എല്ലാം റിലേറ്റീവ് ആയിട്ടാണ് പറയാം അല്ലേ. ഈ ഒരു ആക്സസ് നമ്മൾ കൊടുക്കണം, ഈ ആക്സസിനോട് റിലേറ്റ് ചെയ്തിട്ട് ഈ സർഫസ് എവിടെയാണ് അല്ലെങ്കിൽ സർഫസ് എങ്ങനെയാണ് കർവ്, പോയിന്റ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു എപ്പോഴും പൊസിഷൻ പറയുന്നത് എപ്പോഴും റിലേറ്റീവ് ആണ്, എല്ലാം റിലേറ്റീവ് ആണ്. ആ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് സാധനം, ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സസ് ആദ്യം നമ്മൾ ആക്സസ് എന്ന് 3 ആക്സസുകൾ സ്പേസിനെ പറ്റി പറയുമ്പോൾ സ്പേസിൽ പോയിന്റോ കർവോ അല്ലെങ്കിൽ സർഫസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നേരം നമ്മൾ ആദ്യം സ്പേസിലൊരു കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത് ആ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് വെച്ചുകൊണ്ട് അതിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി പൊസിഷനുകളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന ആക്സസുകൾ എനിക്ക് ഇഷ്ടമുള്ള തരത്തിൽ എനിക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം ഞാൻ ഈ പറയുന്ന AB എന്നുള്ള വെക്ടറിനെ ഞാൻ ഇങ്ങനെയാണ് പ്ലെയിനിൽ ആദ്യം ഇപ്പോൾ ആക്സസ് എടുക്കുന്നതെങ്കിൽ, ഞാൻ ആക്സസ് എക്സ് ആക്സസും വൈ ആക്സസും ആയിട്ട് സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് ആക്സസ് എടുക്കുന്നതെങ്കിൽ ഈ വെക്റ്റർ എങ്ങനെ വരുമോ, ഈ AB എന്നുള്ള വെക്റ്റർ ഞാൻ ഇങ്ങനെ
ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലെയിൻ ഡിഫൈൻ ചെയ്താൽ ചെയ്യുകയാണെങ്കിൽ എ ബി എന്നുള്ള വെക്റ്റർ ആദ്യം പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എ ബി സി ഡി എന്നുള്ള വെക്റ്ററും രണ്ടാമത് ഞാൻ ആക്സിസ് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ സി ഡി എന്നുള്ള വെക്റ്ററും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം രണ്ടും ഞാൻ ആക്സിസ് ഡിഫൈൻ ചെയ്യണ പോലെ അതിൻ്റെ പൊസിഷനും അതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ പറയാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നതിലല്ല, അതിൻ്റെ ഡിറക്ഷൻ പിന്നെ ലെങ്ത്തും മാത്രമേ നമ്മൾ വെക്റ്ററിൻ്റെ കേസിൽ കണക്കാക്കുന്നുള്ളൂ. രണ്ട് വെക്റ്റേഴ്സിന് സെയിം ലെങ്ത്തും സെയിം ഡിറക്ഷൻ വെച്ചാൽ ഇഫ് ദേ ആർ പാരലൽ, എവറി പാരലൽ വെക്റ്റർ വിത്ത് സെയിം ലെങ്ത് ആർ കൺസിഡേർഡ് ആസ് സെയിം. ഇതെല്ലാം ഒന്ന് തന്നെയായിട്ടാണ് വെക്റ്ററിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോറി കേട്ടോ, ഒരു മിനിറ്റ്.